ഹായ് ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മളുള്ളത് ആനപ്പാറയിലാണുള്ളത്. എടത്തനാട്ടുകര പൊൻപാറ കളിപ്പാടം വഴി ആനപ്പാറയിലേക്ക് വരുന്ന ഒരു കുറത്തിക്കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമുക്ക് പറയാൻ പോകുന്നത് നമ്മളെ താറിനെ കുറിച്ചാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ താറിനെ കുറിച്ച് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എടുത്തിട്ട് നമ്മൾ ചെയ്തത് ഫസ്റ്റ് നമ്മൾ ചെയ്തത് പ്രോമാൻ പമ്പർ. ഓക്കെ, ഈ പ്രോമാൻ്റെ പമ്പർ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നത്. ഓക്കെ അല്ലേ? ഈ പ്രോമാൻ്റെ പമ്പർ നമുക്ക് ഓൾമോസ്റ്റ് നമുക്ക് എക്സ്പെൻസ് ആയത് 45,000 അല്ലേ, 45,000 റുപ്യ നമുക്ക് ചിലവാണ് ഈ പ്രോമാൻ്റെ പമ്പർ ഫിറ്റ് ചെയ്യാൻ. ഈ പമ്പറിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ വണ്ടി ഓഫ് റോഡ് കയറുമ്പോൾ കണ്ട ഈ സംഭവം ഇങ്ങനെ നീക്കി വെക്കുക, അപ്പോൾ നമ്പർ സേവായി ഓഫ് റോഡ് കയറിപ്പോവും. അത് കഴിഞ്ഞാൽ ഓൺ റോഡിലേക്ക് പോകുമ്പോൾ വീണ്ടും നമ്മൾ പമ്പറിന് താഴ്ത്തി വെക്കാം. പിന്നെ നെക്സ്റ്റ് നമ്മൾ അടുത്തത് മാറ്റിയത് നമ്മൾ ഹെഡ്ലൈറ്റാണ്. ഹെഡ്ലൈറ്റ് നമ്മൾ മൈനസ് ഹെഡ്ലൈറ്റാണ് മേടിച്ചത്. ഇതിന് ഓൾമോസ്റ്റ് ഒരു 13,000-14,000 റുപ്യോളം 2 ലൈറ്റിന് എക്സ്പെൻഷൻ. പിന്നെ നമ്മൾ പുതിയ മോഡൽ ഗ്രില്ലാണ് വെച്ചത്. ഓക്കെ, ഗ്രില്ലിന് നമുക്ക് വന്നതും ഓൾമോസ്റ്റ് 15,000 റുപ്യോളം ഗ്രില്ലിന് വന്നിട്ടുണ്ട്. ഓക്കെ അല്ലേ? പിന്നെ നെക്സ്റ്റ് നമ്മളിത് പിന്നെ നമ്മളെ സെക്യൂരിറ്റി പോലീസിനൊക്കെ ലൈറ്റ് കണ്ടിട്ടില്ല നിങ്ങൾ, അതാണ് സംഭവം. ഇത് ദുബായിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്താണ്. അതും അത്യാവശ്യം നല്ല എക്സ്പെൻസീവാണ്. പിന്നെ നമ്മളെ മദർ രാജ്യം ഇന്ത്യ ആണെങ്കിലും നമ്മളെ UAE ലോഗോ നമ്മളെപ്പോഴും കൊണ്ടുനടക്കും. നമ്മളെ പെറ്റമ്മയും പോറ്റമ്മയാണിത്. ഓക്കെ, പിന്നെ നമ്മൾ വെച്ചിട്ടുള്ളത് ഇതാണ്ടോ, ഇത് പ്രത്യേകം കാണിച്ചു കൊടുക്കുന്നത്. ഇത് ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനം. അസൂം എന്നാണ് ഇതിൻ്റെ ബ്രാൻഡിൻ്റെ പേര്. ഇതാണ് അസൂം, കണ്ടോ, മെയ്ഡ് ഇൻ ജർമ്മനി. ഇത് ഇന്ത്യയിൽ നമ്മൾ വില ചോദിച്ചപ്പോൾ ഓൾമോസ്റ്റ് നമുക്ക് എത്ര വില എന്ന് വെച്ച് കഴിഞ്ഞാൽ 24,000 24,000 റുപ്യോളം നമുക്ക് വന്നു. അപ്പോൾ നമ്മൾ ദുബായിൽ നിന്ന് കൊണ്ടുവന്ന സാധനം. അത് ഇത് ജർമ്മനിയിൽ നിന്ന് ഡയറക്റ്റ് ഇമ്പോർട്ട് ചെയ്യിച്ചാണ്. അവിടെ നമുക്ക് ഓൾമോസ്റ്റ് ഒരു 600-650 ദിറംസാണ് വന്നത്. അസൂം ഇത് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. നല്ല ലൈറ്റാണ്. ഇതിൻ്റെ സെൻറ്ററിൽ കാണുന്നത് ലേസറാണ്. ഓക്കെ, പിന്നെ നമ്മൾ ഇൻഡിക്കേറ്റർ ഇത് മാറ്റിയിട്ടുണ്ട്, ഓൾറെഡി ഗ്രില്ല് ചേഞ്ച് ആക്കിയിട്ടുണ്ട്. പിന്നെ ഇതാണ് അസൂം, നല്ല ഹൈ ക്വാളിറ്റി ഫോഗ് ലാമ്പാണ്. ഏത് മഴ മഞ്ഞ് ഏത് കാലാവസ്ഥയിലും നമുക്ക് ഒരു പ്രശ്നമില്ലാതെ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും നമ്മളെ ഫോഗ് ലാമ്പ്. പിന്നെ നമ്മൾ വെച്ചിട്ടുള്ളത് സ്കോപ്പ് ലെതേഴ്സിൻ്റെ പേര് ഇതാ സംഭവം. ഇത് നമ്മൾ മാറ്റി. പിന്നെ നമ്മൾ ഇങ്ങോട്ട് പോവാം വണ്ടിൻ്റെ സൈഡ് ആംഗിളിലേക്ക്. ഓക്കെ സുധേ, പിന്നെ ഇത് ഓൾമോസ്റ്റ് ഇതെല്ലാം നമ്മൾ ചെയ്തതാണ്. കാർ ഇതാണ് പ്രോമാൻ. കണ്ട, നമുക്ക് എത്ര വെയിറ്റുള്ള ആൾക്കും ഇതിൻ്റെ മേലെ കയറാം, ഒരു പ്രശ്നമല്ല. ഇതിന് ഓൾമോസ്റ്റ് 10,000-ഓളം പ്രൈസ് വരും. പിന്നെ നമ്മൾ സ്റ്റിക്കർ വൈൽഡ് നാഷണൽ ജോഗ്രഫി വൈൽഡ് ഒട്ടിച്ചിട്ടുണ്ട്. സൈഡിൽ വന്നു കഴിഞ്ഞാൽ ഇത് നമ്മൾ ചെയ്താണ് സ്റ്റിക്കർ. ബാക്കിൽ പിന്നെ നമ്മുടെ ലോഗോ, നമ്മളെ സ്റ്റിക്കർ കാര്യങ്ങളെല്ലാം അതുണ്ട്. ഓക്കെ, പിന്നെ ഈ സൈഡ് ആണെങ്കിൽ ഇത്രയേ ഉള്ളൂ. അപ്പോൾ സുദ്ധ നമ്മളിത് ചെയ്തതെന്ന് പറഞ്ഞാൽ പെരിന്തൽമണ്ണ ന്യൂ കാർ പാർക്കാണ് ഒരു ഷോപ്പിൻ്റെ പേര്. അവർ അക്കു സിയാബ് ഒരു നല്ല ആളുകളാണ്. നല്ല മാന്യമായ ചാർജിൽ അവരിതെല്ലാം ചെയ്തു തരും. അപ്പോൾ അവരെ കോൺടാക്ട് നമ്പർ എന്ത് ചെയ്യാം, നമുക്കൊരു കൊടുക്കാം. ഓക്കെ അല്ലേ? അപ്പോൾ ബാക്കിയുള്ള കാഴ്ചപ്പോൾ നമ്മൾ ചെറിയൊരു ഓഫ് റോഡ് പോകാൻ വേണ്ടിയിട്ട് ആനപ്പാറയിലേക്ക് വന്നതാണ്. ഇതാണ് ആനപ്പാറയിലേക്കുള്ള വഴിയാണ്. ഈ കോൺക്രീറ്റ് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് അങ്ങോട്ട് നല്ല അതിമനോഹരമായിട്ടുള്ളൊരു ഓഫ് റോഡാണ്. അപ്പോൾ ഈ ഓഫ് റോഡ് നമ്മളിപ്പോൾ പോകും. അപ്പോൾ ആ ഓഫ് റോഡിൻ്റെ കാഴ്ചകൾ നമുക്ക് കാണിക്കാം. പിന്നെ അതിൻ്റെ മേലെ കാണുന്ന ഏരിയയിൽ അത് നമ്മൾ ദുബായിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്താണ്, ബ്ലൂ കളറിൽ. നമുക്ക് ആ കളർ ഇഷ്ടപ്പെട്ടത് ഗൈസ്. അപ്പോൾ എല്ലാവർക്കും ഇത്രമാത്രമാണ് നമ്മൾ വണ്ടിയിൽ ചെയ്തത്. പിന്നെ നമ്മൾ അകത്തോട്ട് വന്നു കഴിഞ്ഞാൽ വേണ്ട, പിന്നെ സീറ്റ് നമ്മൾ ലെതർ കവർ ചെയ്തിട്ടുണ്ട്, ആംറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആംറസ്റ്റ് കാണിച്ചു, ആംറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ ബാക്കിൽ ആംറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രോമാൻ്റെ ഹാൻഡിൽ ഇതുണ്ട, നല്ല സ്ട്രോങ് ആണ് ഗൈസ്. അപ്പോൾ ഇത്ര മാത്രമല്ല നമ്മളെ വണ്ടി ബന്ധത്തെ മോഡിഫിക്കേഷൻ. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ടയറും വീലും ഒന്ന് ചേഞ്ച് ചെയ്യാണ്ട് BF കൂട്ടറേജിൻ്റെ ടയർ ഇടണം. അതുപോലെ തന്നെ ബ്ലാക്ക് റൈനോൻ്റെ അലോയ് നമുക്ക് ദുബായിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് ടൈം. വാ, താങ്ക് യു വെരി മച്ച് ഗൈസ്. അപ്പോൾ പിന്നെ വേറെ നമ്മൾ വണ്ടിൻ്റെ അകത്ത് വന്നു കഴിഞ്ഞാൽ വീണ്ടും ഒരു 2 സാധനങ്ങൾ മാറ്റിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മെയിൻ ഐറ്റംസ്. കാണിച്ചു കൊടുക്കും കണ്ടോ, ഇത് നമ്മൾ ഓഫ് റോഡെല്ലാം പോകുമ്പോൾ നമുക്ക് സംസാരിക്കാം. ഹലോ ഹായ് ഹലോ സംസാരിക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഇതിലിപ്പോൾ ദുബായ് പോലീസിൻ്റെ ഒരു ഓണുണ്ട്. ഇത് അടിക്കാൻ പറ്റൂല. ഇത് നമ്മളൊരു ചെറിയൊരു ആഗ്രഹത്തിൽ വെച്ചതാണ്. അപ്പോൾ ഇതിന് ജസ്റ്റ് നമ്മൾ ഓഫ് റോഡൊക്കെ പോകുന്ന ടൈമിൽ ഹലോ മൈക്ക ആയിട്ട് ഉപയോഗിക്കാം. രണ്ടാമത് നമ്മളെ ദുബായ് പോലീസിൻ്റെ ഒരു ഓണുണ്ട് ഇതിൽ.
ഓക്കെ അല്ലേ? രണ്ട് പിന്നെ ആംബുലൻസിന് പോലീസിൻ്റെ ഒക്കെ സൗണ്ടാണ്. ഇത് ഒരു കാരണവശാലും ഇത് വെക്കാൻ പാടില്ല. ഒന്ന് 2 3 4 5 6 7 സൗണ്ടാണ് ഇതുള്ളത്. ഇത് നമ്മളൊരു ചെറിയ ഇത് നമ്മൾ ഉപയോഗിക്കലൊന്നുമില്ല, ജസ്റ്റ് വെച്ചിട്ടേ ഉള്ളൂ. ഓക്കെ ഡൺ. അപ്പോൾ അത്ര മാത്രം ഉള്ളൂ നമ്മളെ വണ്ടിയിലെ സർവീസ് ആയിട്ട് ചെയ്തത്. ഫോഗ് ലാമ്പ് ഒന്ന് കാണിച്ചു കൊടുക്കണ്ടേ? ഫോഗ് ലാമ്പ് ഒന്ന് കാണിക്കാൻ നീ ഫ്രണ്ടിലേക്ക് പോയിക്കോ. ഫോഗ് ലാമ്പിൻ്റെ ലൈറ്റ് നമ്മൾ പിന്നെ മുകളത്തെ കത്തി നോക്കാം. അപ്പോൾ ഇതാണ് നമ്മളെ ഫോഗ് ലാമ്പ്. ശരിക്കും നൈറ്റ് വ്യൂവിലല്ല അടിപൊളിയായിട്ട് കത്തും. എന്താ ശരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് കാണുന്നുണ്ടോ സുധേ? കാണിച്ചു കൊടുക്കുക. ഇതാണ് ഇത്രയും പ്രകാശത്തിൽ ലേസറാണ് സംഭവം. നല്ല ഇതൊരു ബ്ലൂ കളറിൽ വൈറ്റ് ആയിട്ടാണ് വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ മേലെ കാണുന്ന ലൈറ്റ് അതും പ്രോമാൻ നല്ല ബ്രാൻഡാണ്. ഈ ബ്രാൻഡാണ് പ്രോമാൻ എന്ന് പറഞ്ഞാൽ കാറിന് ഏറ്റവും നല്ല മികച്ച ബ്രാൻഡിൽ കളിക്കുന്നവരാണ്. നമ്മളെ ഗ്രില്ലിൻ്റെ മുകളിലെ ലൈറ്റ് കാര്യങ്ങളെല്ലാം ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ പാർക്കെല്ലാം ചെയ്ത് ഓൾറെഡി പറഞ്ഞതാണല്ലോ. ഓക്കെ അല്ല, ഇനി മൊത്തത്തിലൊന്ന് ശരിയാക്കി പിടിച്ചാൽ എന്നൊക്കെ എടുത്തോട്ടേ. ഓക്കെ ഓക്കെ കമോൺ. ആനപ്പാറയിലേക്കുള്ള യാത്രയിലെ സ്റ്റാർട്ടിങ് വളവാണ് ഇതല്ലേ? നാളെ കാണിച്ചു കൊടുക്കാല്ലേ? ആൾക്കാരെല്ലാം കാണിച്ചു കൊടുക്കുന്ന Our hearts beat to the city streets. We began to feel the fire. We rise like tall buildings as the chemicals they take us higher. The night's young and it's just begun as she puts her hand in mine. We wanna chase the night, wanna dance to the light, pull stars from. മാമാക്കെ നമ്മളെ നാട്ടിൽ പിന്നെ ആനപ്പാറയിലേക്ക് കൊണ്ടുവന്നത് എന്താ മാമാക്ക അവിടെ കാര്യമായിട്ട് കാണാല്ലേ? ഇവിടെ കാര്യമായിട്ട് കാണാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണാൻ അതായത് നല്ല മനോഹരമായ കുറത്തിക്കാടാണ് നമ്മൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ. ഓക്കെ, അടുത്തത് നമ്മൾ എന്ത് ചെയ്യും? ഓഫ് റോഡ് പോവും. അപ്പോൾ അത് കാണാം അല്ലേ? അതെ അതെ. ഇനി നമുക്ക് നമ്മളെ ഓൻ്റെ നോഫലോ ഒന്ന് പറഞ്ഞ മുനിയെ എന്തെല്ലാം അവിടെ കാര്യമായിട്ട് കാണാല്ലേ മുനിയെ? അടുത്ത് പോണത് ഇവിടെ നല്ലൊരു വ്യൂ പോയിന്റ് പോലത്തെ ഒരു പാറ ഉണ്ട്. ആ പാറയിലേക്കാണ് നമ്മൾ പോണത്. ആ കാഴ്ച കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇവിടുത്തെ ഈ പ്രകൃതിന്റെ. നമ്മളിപ്പോഴും ശരിക്കും എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മൾ പ്രകൃതി രമണീയമായ എല്ലാ സ്ഥലത്താണ് നിൽക്കുന്നത്. നല്ല കാറ്റാണ് ഇവിടെ. കുറച്ച് കഴിഞ്ഞാൽ നല്ല കോടുണ്ടാവും. മഴ പെയ്ത് കഴിഞ്ഞാൽ നല്ല കാലാവസ്ഥയാണ്. ഗ്രേറ്റ്. സുധോണിയെ പറടാ, കരുവാരണ്ടുകാരൻ സുദ്ധി കക്കരക്കാരൻ. നമ്മളിപ്പോൾ നമ്മളവിടെ തന്നെ ഉണ്ട് അത്യാവശ്യം കാണാം മലകളും സ്ഥലങ്ങളും നല്ല. ഇവിടെ ഒന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആനപ്പാറ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ കുടുംബക്കാരുണ്ട്. പറഞ്ഞു നിങ്ങളെ കരുവാരൻ്റെ അവിടെ കിടക്കണം, ഇവിടെ അല്ല സൂപ്പർ സ്ഥലം എന്ന് പറഞ്ഞു. അപ്പോൾ കാണുമ്പോൾ സംഭവം ഉണ്ട് കേട്ടോ, കാണാണ്ട്. ആനപ്പാറ ഗ്രേറ്റ് ആണല്ലേ? ഓ സെറ്റ്. നമ്മളെ ബൈജുവിന് മൂസാഖാന്റെ പാറ ഇങ്ങനെ പരിചയപ്പെടുത്തി കൊടുക്കാൻ മുനീർ. നിങ്ങൾക്ക് സൗദിക്കാർക്ക് വല്ല വീരമുണ്ടോ? വെള്ളം കുടിച്ചാനോ നോക്കേ കണ്ടോളി, കാഴ്ചകൾ കണ്ടോളി അല്ലേ? നല്ല പാണ്ടമ്പാറല്ല മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് ഗൈസ്. ആണേ പാണ്ടമ്പാറിനെ പരിചയപ്പെടുത്തി കൊടുത്താ അങ്ങോട്ടും. ഓക്കെ ആണേ പറഞ്ഞു കൊടുത്താ. പാണ്ടമ്പാറ ഇപ്പം ഏതാ കാണുന്നത്? അതാണ് ആ പാണ്ടമ്പാറ. അതാ കാണാണ് പാണ്ടമ്പാറ. അതിന്റെ താഴെ NSS തോട്ടം, ഫുൾ NSSന്റെ തോട്ടമാണ് അല്ലേ? പക്ഷെ ഇത് നല്ലൊരു അടിപൊളി ജസ്റ്റ് 1 കിലോമീറ്റർ വെള്ളച്ചാട്ടപ്പാറ. ഓ ഓക്കെ. പിന്നെ അതാണ് അത് NSSന്റെ ഒരു ഷെഡാണ്, ഒരു പാടിയാണ്. ഏതാ ഒന്ന് സൂം ചെയ്യട്ടെ. കണ്ടോ NSSന്റെ ഏതാണ് ആ കാണുന്നതാ? ആനക്കാവൽ. ഓക്കെ, ആനക്കാവല്ലേ? അപ്പം ഇത് നല്ല സത്യത്തിൽ നല്ല അടിപൊളി ഒരു വ്യൂ പോയിന്റ് ആണ് കേട്ടോ. അത് നല്ല പാറ. കണ്ടോ കണ്ടോ മതിയോളം കണ്ടോ? കണ്ടോളി. ഇപ്പം നമ്മൾ എവിടെ എത്തിയടാ? ഇത് മുണ്ടക്കുളാ? അത് ശരി, മുണ്ടക്കുളത്തല്ലേ നമ്മൾ അല്ലേ?
മുണ്ടക്കുളത്ത് നിന്ന് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ പാണ്ടമ്പാറ കാണും. പാണ്ടമ്പാറ നല്ലൊരു വൈബാണ്. NSSൻ്റെ തോട്ടവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നല്ല അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, പാണ്ടമ്പാറ കാണാൻ വേണ്ടിയിട്ട് മുണ്ടക്കുളത്ത് വരിക. ഇപ്പോൾ നമ്മൾ ഫൈനലായിട്ട് ഓടക്കുളം മുണ്ടക്കുളത്താണ് ശുദ്ധമുള്ളത്. മുണ്ടക്കുളം ഫോറസ്റ്റിൻ്റെ പാറമ്മയാണ് ഞങ്ങൾ ഇരിക്കുന്നത്. ആകാശം, പാറ, പാണ്ടമ്പാറ. ഒന്ന് സൂം ചെയ്യണമെങ്കിൽ സൂം ചെയ്തോ. പാണ്ടമ്പാറ പാറക്ക് ചുറ്റും അത് കഴിഞ്ഞാൽ NSSൻ്റെ തോട്ടം. മനോഹരമായ മലകൾ കേട്ടോ. പ്രകൃതി രമണീയമായ ആസ്വദിക്കാൻ പറ്റിയ പ്രകൃതിനെ സ്നേഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഓടക്കുളത്തേക്ക് വരിക, വന്നിട്ട് ഈ പാറം മരിക്കുക, പാണ്ടമ്പാറ കാണുക. മുണ്ടക്കുളം മുണ്ടക്കുളം മയമാക്ക. എന്തെങ്കിലും അറിയാത്ത ആളുകളുണ്ടെങ്കിൽ മയമാക്കാനെ കോൺടാക്ട് ചെയ്യുക. നമ്പർ എഴുതിക്കോ 7293448888. മയമാക്കാൻ്റെ നമ്പറാണ്. കോൾ മീ മയമാക്ക കേട്ടോ. മയമാക്കത് കംപ്ലീറ്റ് ചുറ്റി കാണിച്ചു തരും. ഫോറസ്റ്റിൻ്റെ ജണ്ടയാണ് കാണുന്നത്. അപ്പോൾ ഇവിടെ വന്നിട്ട് ഇങ്ങനെ അലമ്പ് കളിക്കാനോ വെള്ളടി കേസുകളിലെ ടീംസിലൊന്നും വരാൻ പറ്റില്ല. സൈലൻ്റായിട്ട് പ്രകൃതി രമണീയമായ സ്ഥലം ആസ്വദിക്കാൻ വരുന്ന ആളുകൾക്ക് മാത്രം. ഫോക്കസ് ചെയ്താൽ വേണ്ടി പോവുകയാണ്. ആനപ്പാറയിലേക്ക് എല്ലാവരും ഏകദേശം ഒരു 500 മീറ്ററോളം ഓഫ് റോഡ് ഉണ്ട്. 1 കിലോമീറ്ററോളം ഓഫ് റോഡ് ഉണ്ട് കേട്ടോ. ഓഫ് റോഡ് കയറാൻ വേണ്ടി പോവാണ്. നമ്മൾ വണ്ടി റെഡിയാണ്. ശുദ്ധ ബോണ്ട് പമ്പർമ തന്നെ ഇരിക്കുന്നത്. എന്ത് ചെയ്യാം, പിന്നെ ഓഫ് റോഡ് ഒന്ന് കാണിച്ചു കൊടുത്താൽ. ആനപ്പാറ എത്തിയേട്ടാ. ആനപ്പാറിന് ഭയങ്കര തണുപ്പുള്ളൊരു ഏരിയ. നല്ല ഒരുപാട് ഹൈറ്റിൽ നമ്മൾ നിൽക്കുന്നത്. ആനപ്പാറമ്മക്ക് കയറി കുറച്ച് ഓഫ് റോഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം കഴിഞ്ഞ് ആനപ്പാറിൻ്റെ വ്യൂ ഒന്ന് കാണിച്ചു കൊടുത്തു. ഓക്കെ, ചെറിയ ചൂടുണ്ടെങ്കിലും കാറ്റ് നല്ല മജിലുണ്ടല്ലേ. നല്ല കാറ്റടിക്കുമ്പോൾ നല്ലൊരു വൈബാ. ആനപ്പാറിൻ്റെ വൈബാണ് ഇവിടെ കാണുന്നത്. സത്യം എന്താ ക്ലാരിറ്റിൻ്റെ ഫുൾ സെറ്റാണ് ഞാൻ.
ഭയങ്കര ബ്രില്യൻ കാഴ്ചയാണ് സുദ്ധ. പാലക്കാട് ആനപ്പാറ കാണാത്ത കുട്ടികളുണ്ടെങ്കിൽ പറന്ന് വരിക, ആനപ്പാറ കാണാൻ നല്ല തെക്കൻ പാലക്കാടൻ കാറ്റ്. ഇത് പാലക്കാടില്ലേ മലപ്പുറം ജില്ല പാലക്കാടൻ കാറ്റാണ് അപ്പോൾ നമ്മൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ സുദ്ധ നമ്മളെ വണ്ടീനെ മൊത്തത്തിൽ കാണിച്ചു കൊടുക്കുക. നമ്മൾ ആനപ്പാറിന്റെ മുകളിൽ ഇങ്ങനെ വൈഡായിട്ട് ബാക്കിലോട്ട് പോരും. You are the great video master. Okay അല്ലേ? ഓ ഇത് കറക്റ്റ്. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. നമ്മൾ ഓഫ് റോഡ് യാത്ര, ആനപ്പാറ യാത്രകൾ അവസാനിപ്പിച്ച് അടുത്തൊരു വീഡിയോയുമായിട്ട് നമ്മൾ ഉടനടി വരും. അപ്പോൾ എല്ലാവരും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് അടിച്ചോളി, കമൻറ്റ് അടിച്ചോളി.